നമസ്കാരം. ഏക സിവിൽ കോഡിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരം അല്ലെ? ഏക സിവിൽ കോഡ്, അതുപോലെ തന്നെ വഖഫ് ഭൂമി, മസ്ജിദുകൾ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ശ്രദ്ധ മുഴുവൻ. കാരണം ഇത് ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാനും അല്ലെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും സംഘപരിവാർ തീവ്ര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ടൂളായിട്ടാണ് ഇന്നിവിടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ 130 കോടി ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഹിന്ദുത്വ തീവ്രവാദികൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കുന്ന തരത്തിലാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചലം ചാനലിനകത്ത് നടന്ന ഒരു ഗംഭീരമായിട്ടുള്ള ചർച്ച. സത്യത്തിൽ ഈ ഒരു ചലം ചാനലിനകത്ത് വരുന്ന ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാർ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, ആർക്കും വേണ്ടാത്ത, സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത, ഭാര്യമാർക്ക് വേണ്ടാത്ത, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഓടി നടന്ന് പെണ്ണ് കെട്ടി നടന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ടും മുഹമ്മദ് നബിയെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞു നടക്കുന്ന ഒരു പരമനാറിയാണ് ഈ ആരിഫ് ഹുസൈൻ. ഇവൻ ഈ പറയുന്ന ചലം ചാനലിന്റെ ഒരു നിത്യ സന്ദർശന. കാരണം അതിന് സമാനമായിട്ടിരിക്കുന്ന ഒരു ഊളയാണല്ലോ ഇതിന്റെ ആങ്കർ എന്ന് പറയുന്നിരിക്കുന്നത്. ഇതിനകത്ത് സാധാരണ വരുന്നത് മൊത്തം ഈ മനസ്സിൽ മൊത്തം കുഷ്ഠവും വർഗീയതയും കൊണ്ട് നടക്കുന്ന ചില പരമ ഊളകളാണ്. നമ്മുടെ ഈ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാരെയൊക്കെ പിന്നെ ഡിബേറ്റിന് വിളിക്കാറുണ്ട്. പക്ഷെ ഡിബേറ്റിന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവനൊക്കെ ഏത് കൊമ്പത്തവനാണേലും കൊള്ളാം, അവന്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ അബ്ദുള്ള. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ കാണാനും ഇദ്ദേഹത്തിന്റെ ഡിബേറ്റുകൾ കേൾക്കാനൊക്കെ കേരളത്തിൽ മലയാളികൾക്കും ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ റിയാക്ഷൻസ് ചെയ്യാൻ. ഈ കഴിഞ്ഞ ദിവസം ഈ ചലം ചാനലിനകത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ ഊള വന്നിരുന്നുകൊണ്ട് ചില തെമ്മാടിത്തരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ ഈ അബ്ദുള്ളയുടെ ഈ ഒരു ഡിബേറ്റ് കേട്ടിട്ട് എനിക്ക് എന്താണ് പറയേണ്ടത് പോലും അറിയില്ല. കാരണം ഇത് കാണുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡിബേറ്റ് ഇഷ്ടപ്പെടും. കാരണം അത്തരത്തിലാണ് ഇവനിക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. ഈ വേട്ടാവളിയെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് എന്തിനകത്താണ് കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടുത്തെ RSSന്റെ സംഘപരിവാറിന്റെ ഒക്കെ കാഷ്ടം 3 നേരം അമൃതാണെന്ന് കരുതി തിന്നോണ്ടിരിക്കുന്ന ഈ നാറിയൊക്കെ കുറിച്ചിട്ട് നമുക്ക് എന്ത് പറയണം? എന്തായാലും അബ്ദുള്ളയെ സീറോ അബ്ദുള്ള എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവനെ അറ്റ്ലീസ്റ്റ് 9 എന്നെങ്കിലും വിളിച്ചില്ലെങ്കിൽ അതെന്താണല്ലേ? നമ്മുടെ അബ്ദുള്ളയുടെ നല്ല മാസ് കിടിലൻ വീഡിയോ ആണ്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആരിഫ് ഹുസൈൻ ആദ്യം ഇങ്ങനെ മിതവാദത്തിലൂടെ ഇങ്ങനെ പതുക്കെ പോയി ഇപ്പോ അബ്ദുള്ളയിലെ തീവ്രവാദി പൊടുന്നനെ അങ്ങ് ചാടിയിരിക്കുകയാണ്. അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, 0 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഞാൻ അബ്ദുള്ളയെ ഇനി മുതൽ 0 അബ്ദുള്ള എന്ന് തന്നെ ഞാൻ വിളിക്കുകയുള്ളൂ. അദ്ദേഹം ആ 0 അല്ല, അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അന്ന് ഞാൻ അബ്ദുള്ള എന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അദ്ദേഹം BBC പഠിച്ച് വലിയ കുട്ടിയാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ, ഏതായാലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ മിതമായിട്ട് തുടങ്ങി ഇതുപോലെ തീവ്രമായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാണ്. എനിക്കതില്ല. കാരണം ഈ തക്കിയ കണ്ടു തന്നെയാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചതും മനസ്സിലാക്കിയതും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മതേതരവാദിയാകും, ജനാധിപത്യവാദിയും, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളും, എല്ലാം അവിടെ നിലകൊള്ളും. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ പിന്നെ ജനാധിപത്യം വേണ്ട, അവിടെ പിന്നെ മതേതരത്വം വേണ്ട, അവിടെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട, അവിടെ ഇസ്ലാമിക നിയമം മതി, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പകരം ഇസ്ലാമിക നിയമം മതി, നിങ്ങൾക്ക് മതം വിട്ടവനെ കൊല്ലാം എന്നുള്ളതടക്കമുള്ള നിയമങ്ങൾ ഇവിടെ നമ്മളിവിടെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവിടെ ഇതേപോലെ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വലിച്ചഴക്കുന്നത് ആരാണ്? ഞാനല്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മറുപടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മൾ എപ്പോഴും പറയുള്ളൂ. ഇവിടെ ഇതൊന്നും പറയുന്നത് മൗദൂദി പാകിസ്ഥാനെതിരായി നിന്നതിന്റെ കുറച്ചും കൂടി കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൗദൂദി പറഞ്ഞത് ഒന്ന്, നിങ്ങൾ ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അതേസമയം നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതാണോ അത് ഇസ്ലാമിക് അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാര് ഇപ്പുറത്ത് ഹിന്ദുക്കളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ വക്താവാണ് ഇവിടെ ഇരുന്ന് തള്ളുന്നത് എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവുമായിരിക്കും. നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് പണ്ട് എങ്ങനെയാണ്, ഇവരുടെ വാല് ചുണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരുടെ വാല് നിങ്ങൾ എത്ര കുഴലിൽ ഇട്ടാലും അത് നിവരില്ല. കാരണം അത് അൽ വാലാണ്. അത് അൽ കുഴലിൽ ഇട്ടാൽ മാത്രമേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് നിവരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ തക്കിയ നിങ്ങൾ മനസ്സിലാക്കി, ഈ ലോകം തിരിച്ചറിയണം.
ഇതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികളെ ഇവരെത്ര മതേതരവാദികളാണെന്ന് പറഞ്ഞാലും ലോകം ഇവരെ സമ്മതിക്കാത്തത്, ഇവരെ ആ രീതിയിൽ കാണാൻ ഇവർക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഈ തക്കിയാണ് എപ്പോഴും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു വാക്ക് നിങ്ങൾ അല്പമെങ്കിലും ചരിത്രം, അല്പമെങ്കിലും അതിന്റെ പിന്നാമ്പറം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ വിഡ്ഢിത്തരം ഇവിടെ വിളമ്പുമായിരുന്നോ? ഏതെങ്കിലും ഒരു BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയാ. അത് നിൽക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ടും അത് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടും അത് BJP കാരനായിരുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് BJP കാർ എന്തും ചെയ്യുമെന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നത് കണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കണ്ടു, അതായത് നമ്മളുടെ വയനാട്ടിൽ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുള്ള, സീറോ അബ്ദുള്ള, പ്ലീസ് നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഒന്ന് കേൾക്കുക. അസബ്രിൻ ഇസ്മായിൽ കളെ പോലെ ശബ്ദം ഉണ്ടാക്കുക. നമ്മളുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയാൽ പ്രശ്നം, ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയില്ലെങ്കിൽ പ്രശ്നം. ഇതെന്ത് കൂത്താണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്? നമ്മൾ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടെന്നല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ട് മിണ്ടണം. അത് മിണ്ടുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ മിണ്ടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? അവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെയും നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ പരിപാടി, ഈ തക്കിയ പരിപാടി, ഈ അറ്റംചെത്തിയ പരിപാടി അത് നിങ്ങൾ നിർത്തണം. അവനാഴിയിലൊന്നുമില്ല, അവനാഴി ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? താങ്കളോട് മര്യാദ കാട്ടൂല. താങ്കൾ ആങ്കറാണ്. താങ്കൾ ആങ്കർ ആണെങ്കിൽ താങ്കളുടെ പ്രായം വെച്ചാണ് ഞാൻ ആ ബഹുമാനവും ആദരവും തരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇറക്കി വിട്ടിട്ടുണ്ടാവുമായിരുന്നു. ഇറക്കി വിട്ടപ്പോ പ്രേക്ഷകരുണ്ട്, അതുകൊണ്ട് ദയവേത് സഹകരിക്കുക. സഹകരിക്കുക പ്ലീസ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മതിയാക്കി എനിക്ക് ഇനിയാവൂല. അതാണ് നല്ലത്. ചാനൽ ചർച്ചയിൽ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് തീവ്രവാദി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ ഒരു ആങ്കർ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക? തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ടുള്ള ഈ പറയുന്ന അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു പരമ ഊള അബ്ദുള്ളയെ തീവ്രവാദി എന്ന് വിളിക്കാൻ എന്ത് യോഗ്യതയാണ് അവനിക്കുള്ളത്? പിന്നെ ബംഗ്ലാദേശിനെ കുറിച്ചിട്ട് പറയുന്നത്, ബംഗ്ലാദേശിൽ അവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ്. അവിടെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇവരെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ മീഡിയാസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ അതിനെയൊക്കെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കുന്നത്, കാരണം ഏത് രാജ്യം ഭരിക്കുന്നവരാണോ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ 100 വട്ടം പറയും. അതിനകത്ത് യാതൊരു മാറ്റമില്ല. അല്ലാതെ ഈ രാജ്യത്ത് നടക്കുന്ന തെമ്മാടിത്തരങ്ങളും കൊള്ളരാഴിക്കെതിരെ ഒരക്ഷരം പോലും സംസാരിക്കാത്ത ഇതുപോലുള്ള ചില വൃത്തികെട്ട നാറികൾ വന്നിരുന്നുണ്ട്. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കിത് പറയേണ്ടി വരും. നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള പൗരന്മാരെ വെടിവെച്ച് കൊന്നിട്ടുള്ള ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം UP യിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും പറയാത്ത, അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് പോലും നടത്താത്ത ഇതുപോലത്തെ മുണഞ്ഞ ചാനലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ വേട്ടാവാളിയന്മാരായിട്ടുള്ള ഈ വൃത്തികെട്ട നാറികൾക്കൊന്നും എന്ത് യോഗ്യതയാണ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാൻ? എന്തായാലും അബ്ദുള്ള കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെയാണ്. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, കൃത്യമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും ഇന്നത്തെ നമ്മുടെ ലൈക്ക് നമ്മുടെ അബ്ദുള്ളക്ക് തന്നെ കൊടുക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും